2020 ലോകകപ്പിൽ മിന്നും ജയത്തോടെ ഇന്ത്യ ഫൈനലിൽ കടന്നിരിക്കുന്നു. ത്രില്ലർ പോരിൽ ഇംഗ്ലണ്ടിനെ 7 റൺസിനാണ് തോൽപ്പിച്ചത്. 254 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന്റെ പോരാട്ടം 46 റൺസിൽ അവസാനിച്ചു. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ന്യൂസിലൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ. വീണ്ടും ഇന്ത്യ ഫൈനലിലേക്ക് കടക്കുന്ന ഒരു ലോകകപ്പിന്റെ എന്നുള്ളതിന്റെ ആശ്വാസവും സന്തോഷവും ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഞാൻ പറയും, കഷ്ടിച്ച് ഇന്ത്യ അങ്ങ് കടന്നുപോയി. അങ്ങനെ തന്നെയാണ് പ്രജൻ. ഒരുപക്ഷെ 2020 ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഒരു ത്രില്ലർ പോരാട്ടം, റൺമഴ കണ്ട മത്സരം എന്നൊക്കെ തന്നെ ഈ മത്സരത്തെ വിശേഷിപ്പിക്കാം. ഇരു ടീമുകളുമായി നേടിയത് 499 റൺസാണ്. അതായത് 500 റൺസിലേക്ക് ഒറ്റ റൺസിന്റെ മാത്രം അകലമാണ്. 2020 ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റൺസ് പിറന്ന മത്സരം എന്ന ഇംഗ്ലണ്ട് ഇന്ത്യ ഈ പോരാട്ടത്തെ ചരിത്രം വിശേഷിപ്പിക്കും. അത്ര കണ്ട ഉഗ്രൻ പോരാട്ടം, ത്രില്ലർ പോരാട്ടം. ഇന്ത്യ ഒരുപക്ഷെ 253 റൺസ് എന്ന സ്കോർ അടിച്ചപ്പോൾ ഇന്ത്യ അനായാസം ജയിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ ഇംഗ്ലണ്ടിന്റെ ജേക്കബ് ബെത്തൽ എന്ന ബാറ്ററുടെ ഒറ്റയാൾ പോരാട്ടം, അതാണ് ഇംഗ്ലണ്ടിന് വലിയ പ്രതീക്ഷ നൽകിയതും. അവസാനം വരെ ജേക്കബ് ബെത്തൽ പൊരുതുകയും അവസാന ഓവറിൽ ജേക്കബ് ബെത്തൽ വീണപ്പോഴാണ് ഇന്ത്യക്ക് ആശ്വാസം വീണത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ സ്വന്തം നാട്ടിൽ നടക്കുന്ന ലോകകപ്പിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ 2023 ലോകകപ്പിന്റെ ഫൈനലിൽ നമ്മൾ വീണത് നമുക്കറിയാം. അത് എത്ര കണ്ട് നിരാശയാണ് ഉണ്ടാക്കിയത്. ഒരുപക്ഷെ അത്തരം ഒരു ദുരന്ത മുഖത്ത് നിന്ന് ഇന്ത്യ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നേ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്ര കണ്ട് ആവേശ പോരാട്ടം, അല്ലെങ്കിൽ ജേക്കബ് ബെത്തലിനെ വീഴ്ത്താൻ ഇന്ത്യക്കായില്ല. ഇന്ത്യയുടെ പേരുകെട്ട ബൗളർമാരൊക്കെ തന്നെ വലിയ രീതിയിൽ നിറമങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രത്യേകിച്ച് വരുൺ ചക്രവർത്തി, 2020 ക്രിക്കറ്റിലെ 1-ാം നമ്പർ ബൗളർ, അദ്ദേഹത്തിന് ഈ നിർണായക മത്സരത്തിൽ തിളങ്ങാനായില്ല. 4 ഓവറിൽ വിട്ടുകൊടുത്തത് 64 റൺസാണ്. അതേസമയം തന്നെ ജസ്പ്രീത് ബുംറ എന്ന ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ബൗളർ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട് തെളിഞ്ഞ മത്സരം കൂടിയാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് മത്സരം കളി കൈവിട്ടു പോകുന്ന ഘട്ടത്തിൽ 18-ാം ഓവറിൽ വെറും 6 റൺസ് മാത്രമാണ് ജസ്പ്രീത് ബുംറ വിട്ടുകൊടുക്കുകയും ഇന്ത്യ വലിയ പ്രതീക്ഷ നൽകുകയും തൊട്ടടുത്ത ഓവറിൽ റൺ വഴങ്ങാതെ അല്ലെങ്കിൽ കൂടുതൽ റൺസ് വഴങ്ങാതെ ഹാർദിക് പാണ്ഡ്യ പിടിച്ചു നിർത്തുകയും അതുകൊണ്ട് മാത്രമാണ് അവസാന ഓവറിൽ ശിവൻ ദൂബെ തല്ലുവാങ്ങി കൂട്ടിയിട്ടും 22 റൺസോളം വഴങ്ങിയിട്ടും ഇന്ത്യക്ക് 7 റൺസ് ജയം സ്വന്തമാക്കാൻ സാധിച്ചത്. എന്തായാലും തുടർച്ചയായ 2-ാം വർഷവും അല്ലെങ്കിൽ 2-ാം എഡീഷനിലും ഇന്ത്യ ഫൈനലിലെത്തുന്നു. ഇതാ 3-ാമത്തെ ടീം മാത്രമാണ് ഇങ്ങനെയൊരു നേട്ടമുണ്ടാക്കുന്നത്. ആദ്യം പാകിസ്ഥാൻ, പിന്നീട് ശ്രീലങ്ക, ഇപ്പോൾ ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഞായറാഴ്ചത്തെ ഫൈനൽ പോരാട്ടത്തിൽ കിവീസാണ്. ഒരുപക്ഷെ കിവീസിനെ തോൽപ്പിക്കുകയാണെങ്കിൽ ഈ 2020 ലോക കിരീടം 3 തവണ നേടുന്ന ആദ്യ ടീമാകും. ഒപ്പം തന്നെ ആതിഥേയരായി കിരീടം നേരിടുന്ന ആദ്യത്തെ ആതിഥേയർ എന്നുള്ള ചരിത്ര നേട്ടവും ഇന്ത്യ കാത്തിരിക്കുന്നുണ്ട്. ഇനി ഇന്ത്യൻ ഇന്നിംഗ്സിലേക്ക് വന്നാൽ സഞ്ജു സാംസന്റെ ഒരു ഗംഭീര പ്രകടനമാണ് ഇന്ത്യക്ക് 7 വിക്കറ്റ് നഷ്ടത്തിൽ 253 റൺസ് എടുക്കാൻ സഹായിച്ചത്. തുടർച്ചയായ 2-ാം മത്സരത്തിലും അർദ്ധ സെഞ്ചുറി നേടിയ സഞ്ജു കളിയിലെ താരമായി മാറുകയും ചെയ്തു. 42 പന്തിൽ 89 റൺസാണ്, 8 4-ഉം 7 6-ഉം ഉൾപ്പെടുന്ന വെടിക്കെട്ട് ഇന്നിംഗ്സ്. ഒരിക്കൽ കൂടി കൊൽക്കത്തയ്ക്ക് പിന്നാലെ സഞ്ജു ഷോ അല്ലെങ്കിൽ ചേട്ടൻ ഷോ നമ്മൾ വാങ്കഡയിലും കാണുന്നതാണ് കണ്ടത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതാണ്, നമ്മുടെ ബാറ്റിംഗ് സൈഡ് അത്ര സ്ട്രോങ് ആണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ സഞ്ജു ഫോമിലേക്ക് വരുന്നതോടുകൂടി തന്നെ അതൊന്നുകൂടി കൂടുതൽ സ്ട്രോങ് ആയെന്നേ പറയാൻ പറ്റുള്ളൂ. അതിൽ നമുക്ക് യാതൊരു തർക്കങ്ങളോ അല്ലെങ്കിൽ മറ്റ് സന്ദേഹങ്ങളോ ഇല്ല. കാരണം ന്യൂസിലൻഡ് ഫൈനലിൽ വരുമ്പോൾ അവർക്കും മികച്ച ബാറ്റിംഗ് സൈഡ് ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ കളിയിൽ സെമിയിൽ കണ്ടതാണ്. അവരും ആ ഫോമിലേക്ക് വന്നു കഴിഞ്ഞു. പക്ഷേ നമ്മളെ വലയ്ക്കുന്ന നമ്മുടെ ബൗളിംഗ് ടീമാണ്. മികച്ച ലോകോത്തര ബൗളേഴ്സ് ഉണ്ടെങ്കിലും ഒരു 6-ാം ബൗളറിന്റെ അഭാവം, നേരത്തെ ഞാനും അനിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു, ആ ഒരു കുറവ് ഇന്ത്യക്കുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നു, അവസാന ഓവറിൽ ഒരു 1-2 പന്ത് ബാക്കിയുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ റിസൾട്ട് മറ്റൊന്നായേനെ. തീർച്ചയായും അത് തന്നെയാണ്. ഇന്ത്യ ഒരു ഹൈ റിസ്ക് ഗെയിമാണ്. കൂടുതൽ ബാറ്റർമാരെ അല്ലെങ്കിൽ ഓൾറൗണ്ടർമാരെ ടീമിൽ കുത്തി നിറയ്ക്കുന്നതോടുകൂടി സ്പെഷ്യലിസ്റ്റ് ബൗളർമാരെ ഒഴിവാക്കുന്നത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി മാറുന്നുണ്ട്. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ ഈ വലിയ സ്കോർ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയുടെ കരുത്തുകൊണ്ട് മുന്നേറിപ്പോകുന്നു എന്നത് മാത്രമാണ്. ഒരു ഏതെങ്കിലും ഒരു ഓവറിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്റ്റാർ ബൗളറെ തന്നെ ഇന്ന് ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിര തെരഞ്ഞു പിടിച്ചടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് വരുൺ ചക്രവർത്തിയെ പോലെ 2020 ക്രിക്കറ്റിലെ 1-ാം നമ്പർ ബൗളർക്ക് ഒരു രക്ഷയുമില്ലാത്ത കാഴ്ചയാണ് വാങ്കഡയിൽ കണ്ടത്. അപ്പോൾ 5 ബൗളർമാരെ വെച്ചെറിയുന്നു. 6-ാം ബൗളറായ ശിവം ദൂബെയെ ആ ഘട്ടത്തിലൊന്നും പരീക്ഷിക്കാൻ ഇന്ത്യക്ക് ധൈര്യമില്ല, അല്ലെങ്കിൽ സൂര്യകുമാർ യാദവിന് ധൈര്യമില്ല. ഇല്ലെങ്കിൽ ഒരു 30 റൺസൊക്കെ തന്നെ ലാസ്റ്റ് ഓവറിൽ വേണം എന്നൊരു ഘട്ടത്തിൽ മാത്രമാണ് ശിവൻ ദൂബെയെ ഇറക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നത് എന്നുള്ളത് ഇന്ത്യയുടെ വലിയ പോരായ്മയായി മാറുകയാണ്. അല്ലെങ്കിൽ ഇന്ത്യ അവസാന മത്സരത്തിന് ഇറങ്ങുമ്പോൾ ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആദ്യ മത്സരങ്ങളിൽ ഇന്ത്യക്ക് ഓപ്പണർമാരാണ് വലിയ തലവേദന ഉണ്ടാക്കിയതെങ്കിൽ സഞ്ജുവിൻ്റെ വരവോടുകൂടി ഇന്ത്യ ആ പ്രശ്നത്തിൻ്റെ പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു. ഇനി കിരീടം നിലനിർത്താനുള്ള ഈ പോരിൽ ഇന്ത്യ അത് മാറ്റേണ്ടിയിരിക്കുന്നു. 6-ാം ബൗളർ ഒരു ബൗളറെ കൂടി അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ബൗളറെ കൂടി അഹമ്മദാബാദിൽ ഇറക്കണമോ എന്ന് ടീം ഇന്ത്യ
കാര്യമായി തന്നെ ചിന്തിക്കേണ്ടതുണ്ട് കിരീടം നിലനിർത്തണമെങ്കിൽ. പ്രജിൻ. യെസ്, അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.